श्रीशुक उवाच एवं कृष्णमुपामन्त्र्य सुरभिः प्रयसात्मना जलैः आकाशगङ्गाया ऐरावतकरोद्धृतैः इन्द्रस्वरर्षभिः साकं नोदितो देवमातृभिः अभ्यषिञ्जददाशार्हं गोविन्द गोविन्द इति चाभ्यदाल् सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द 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 हरि गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द गोविन्द हरि गोविन्द हरि गोविन्द गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्द 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 हरि गोविन्द गोविन्द हरि गोविन्द हरि गोविन्द सर्वत्र गोविन्द नाम सङ्कीर्तनम् ഇവിടെ ഗോവിന്ദാഭിഷേകം കഴിഞ്ഞു. ഇനി ഈ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അസുലഭ ഭാഗ്യമാണ്. പാല് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷേത്രത്തിൽ അവിടെ തൊഴുത് ഒരു പ്രദക്ഷിണമായിട്ട് വരാം. ഇവിടെ വന്ന് വരി നിൽക്കുക. വരി നിന്ന് അഭിഷേകം ചെയ്ത് ഗ്ലാസ് അവിടെ തന്നെ വെച്ച് സ്വസ്ഥമായിട്ട് ഇതേപോലെ ഇരിക്കാം. ഗോവിന്ദാഭിഷേകത്തിന് പേര് കൊടുത്തിട്ടുള്ളവർ നേരെ മുമ്പിലേക്ക് നടന്ന് ഭഗവാന്റെ മുമ്പിൽ തൊഴുത ശേഷം, നരസിംഹമൂർത്തിയെ തൊഴുത ശേഷം ഒരു വരിയായിട്ട് നോക്കൂ, തിരക്ക് കൂട്ടാണ്ടിരിക്കൂ. ഒട്ടും തിരക്ക് കൂട്ടേണ്ടതില്ല. കാര്യം എത്ര പേരുണ്ടെങ്കിലും എല്ലാവർക്കും അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഞാൻ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാണ്, തിരക്ക് കൂട്ടരുത്. ഇതൊക്കെ ഭക്തിയുടെ വിഷയമാണ്. യാതൊരു തരം സംഭ്രമവും പരിഭ്രമവും ആവശ്യമില്ല. എല്ലാവർക്കും നാമം ജപിച്ചുകൊണ്ടേയിരിക്കാം. ഗോവിന്ദനാമം ജപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യാം. ഗോവിന്ദാഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ രാസക്രീഡ വരെ വായിച്ച് കഴിയും. രാസക്രീഡയും കൂടി വായിച്ച ശേഷമായിരിക്കും അടുത്ത പ്രഭാഷണം. ആ രാസക്രീഡയെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. അതായത് ഇപ്പൊ വായിക്കാൻ പോകുന്ന ഗോവിന്ദാഭിഷേകം കഴിഞ്ഞ് ഒരധ്യായം കൂടി കഴിഞ്ഞാൽ രാസക്രീഡ വായിക്കാൻ തുടങ്ങും. 5 അധ്യായങ്ങളാണ് രാസക്രീഡ. അത് ശ്രദ്ധാപൂർവം കേൾക്കുന്നത് എല്ലാതരം ഹൃദ്രോഗങ്ങളും തീർക്കും എന്ന് വ്യക്തമായി ആചാര്യന്മാര് പറയാൻ. കാരണം അതിന്റെ അവസാനത്തിൽ പറയുന്ന വാക്യം ഇതാണ്: ഹൃദ്രോഗം ആശു അപഹിനോതി അചിരേണ ധീര എന്ന് പറയും. അതിനർത്ഥം എല്ലാതരം ഹൃദ്രോഗങ്ങളും തീരുന്നാൻ. പ്രഭാഷണം കൂടി കേൾക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം അതും കൂടി കേൾക്കൂ. അത് കഴിഞ്ഞ് സമയത്തിനനുസരിച്ച് പ്രഭാഷണം ഉണ്ടായിരിക്കും. ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നാമജപത്തോടു കൂടി ഗോവിന്ദ ഗോവിന്ദ എന്ന നാമജപം മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭിഷേകം ചെയ്ത് നേരത്തെ ഇരുന്നത് പോലെ സ്വസ്ഥമായി ഇരിക്കൂ. ഇവിടെ പാരായണം തുടരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദാഭ്യഷിഞ്ചദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാൽ തത്രാഗതാസ്ത്വം ഗുരുനാരദാദയോ ഗന്ധർവവിദ്യാധരസിദ്ധചാരണ ജഗുർയശോ ലോകമലാവഹം ഹരേ സുരാംഗനാ സന്നദുർമുദന്യത തം തുഷ്ടവർദേവനികായ കേതവോ വ്യവാഗിരൻശാദ്ഭുതപുഷ്പവൃഷ്ടിഭിः ലോകാः പരാം നിർവൃതിമാപ്നുവം സ്ത്രയോ ഗാവസ്തദാ ഗാമനയൻ പയോദ്രുതാം നാനാരസൗഘാസരിതോ വൃക്ഷാ ആസൻ മധുസ്രവാ അദൃഷ്ടപത്യൗഷധയോ ഗിരയോ ബിഭ്രതുന്മണി കൃഷ്ണേഭിഷിക്തയേതാനി സത്വാനി കുരുനന്ദനാ നിർവൈരാണ്യഭവൻ സ്ഥാത ക്രൂരാണ്യവിനിസർഗത ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സാം അനുജ്ഞാതോ യയോ ശക്രോ
വൃതോ ദേവാദിഗദ്ദിവം ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം തത്സദിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാധേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടാവിംശോऽധ്യായ. ശ്രീശുകവാച. ഏകാദശ്യാം നിരാഹാരസമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും കനന്ദസ്തു കാളിന്ദ്യ. ദ്വാദശ്യാം ജലമാവിശൽത്തം ഗൃഹീത്വാനേന ഭൃത്യോ വരുണസ്യാസുരന്തികം അവിജ്ഞായാസുരീം വേലം പ്രവിഷ്ടമുദകം നിശി ശുക്രുശുസ്തമപശ്യന്ത കൃഷ്ണരാമേതി ഗോപകാഃ. ഭഗവാൻ തതുപശ്രുത്യാഭ്യചരം വരുണാഹതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയതോ വിഭോ പ്രാപ്തം വീക്ഷ്യ ഋഷീകേശം ലോകപാലസ്വപജ്ഞയ മഹത്യാ പൂജയിത്വാഹാദർശനമഹോത്സവം. വരുണൗവാചാദ്യമേന ബുധോ ദേഹോ ദേവാർത്ഥോദിഗത പ്രഭോ ത്വൽപാദഭാജോ ഭഗവന്നവാപുപ്പാരമധ്വന. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയതേ മായ ലോകസൃഷ്ടിവികൽപ്പന. അജാനതാ മാമകേന മൂഢേനാകാര്യവേദന ആനീതോയം തവ പിതാ തദ്ഭവൻ സന്തുമരിഹരി മമാപ്യനുഗ്രഹം കൃഷ്ണാകർത്തുമർഹ്യശേഷതൃക്യാം ഗോവിന്ദ നീയതാമേഷാ പിതാദേ പർവത്സല. ശ്രീശുകവാച. ഏവം പ്രസാദ കൃഷ്ണോ ഭഗവാൻ ഈശ്വരേശ്വര ആദായാകാശവിതരം ബന്ധൂനം ജാവഹന്മതം നന്ദസ്തുതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേജാസന്നതിം ദേശം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവിൽ തേ തോൽസുഖ്യധീവരാജൻ മത്വാ ഗോപാസ്തമീശ്വരം അഭിനസ്വഗതിം സൂക്ഷ്മോപാദാസുതീശ്വരഃ. ഇതി സ്വാനാം സുഭഗവാൻ വിജ്ഞായാഗത സ്വയം സങ്കല്പസിദ്ധേഷാം കൃപേത ചിന്തയൻ ജനോ വൈ ലോക ഏതസ്മിന്ന വിദ്യാകാമകർമ്മഭി ഉച്ചാവജാസു ഗതിഷോ ന വേദസ്വാം ഗതിം ഭ്രമൻ വിസഞ്ജിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരി. ദൃശ്യാമാസ ലോകം ഗോപാനം തമസപരം സത്യം ജ്ഞാനമനന്തന്മൽ ബ്രഹ്മജ്യോതി സനാതനം യദ് പശ്യന്തി മനയോ ഗുണാവായ സമാഹിതാം യദ് ബ്രഹ്മഹൃതം നീതാമഗ്നാ കൃഷ്ണേന ചോദ്ധതാ യഥസു ബ്രഹ്മണോ ലോകം വേത്രാക്വരോധ്യകാൽ പുരാ നന്ദാദയസ്തുതം ദൃഷ്ട്വാ പരമാനന്ദനിർവൃതാഃ കൃഷ്ണം ച തത്ര ഛന്ദോപി സ്തൂയമാനം സവിസ്മിതാഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം തത്സദിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാധേ അഷ്ടാവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.